Hello everyone, welcome back to another video. അപ്പോൾ ഇന്നലെ രാത്രി നമ്മൾ സ്കോട്ടിഷ് ഹൈലാൻഡിൽ നിന്ന് നേരെ ഡ്രൈവ് ചെയ്ത് 5 മണിക്കൂറോളം ഡ്രൈവ് ചെയ്ത് നേരെ നമ്മൾ സ്കോട്ട്ലൻഡിൻ്റെ ക്യാപിറ്റൽ സിറ്റിയായ എഡിൻബ്രയിലേക്ക് വന്നിടത്താണ് നമ്മൾ ഇന്നലത്തെ യാത്ര അവസാനിപ്പിച്ചത്. അപ്പോൾ ഇത് നമ്മളുടെ സ്കോട്ട്ലൻഡ് യാത്രയുടെ 4ാമത്തെ ദിവസമാണ്. അപ്പോൾ ഇന്നലെ രാത്രി നമ്മൾ എഡിൻബ്രയിൽ ഒരു എയർബിഎൻബി ബുക്ക് ചെയ്ത് അവിടെയാണ് കിടന്നുറങ്ങിയത്. ഈ എയർബിഎൻബി ബുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആപ്പിൽ അതിൻ്റെ ഫോട്ടോസ് എല്ലാം കണ്ടിട്ടുണ്ടെങ്കിലും ഇവിടെ വന്നിട്ട് നേരിട്ട് എയർബിഎൻബി കണ്ടപ്പോൾ നമ്മൾ ശരിക്കും ഞെട്ടിപ്പോയി. ഇതുവരെ നമുക്ക് കിട്ടാത്ത തരത്തിലുള്ള ഒരു അടിപൊളി എയർബിഎൻബി നമുക്ക് കിട്ടിയത്. 20 ഏക്കറോളം വരുന്നൊരു ലൈവ് ഫാം ലാൻഡിൻ്റെ നടുവിൽ ഒരു അടിപൊളി മോഡേൺ ലക്ഷൂറിയസ് ഹൗസാണ് ഇത്. ഇതിലൊരു നല്ല വലിയൊരു ബെഡ്റൂമും ബാക്കി എല്ലാ കോമൺ സ്പേസും നമുക്ക് ഉപയോഗിക്കുന്ന തരത്തിലാണ് ഈ എയർബിഎൻബി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൽ ഏറ്റവും അത്ഭുതപ്പെടുന്ന കാര്യം, ഇത് ഏറ്റവും പുതിയ വീടാണ്, എല്ലാം ബ്രാൻഡ് ന്യൂ ഐറ്റംസ് ആണ്. കഴിഞ്ഞ ആഴ്ചയാണ് ഇവരിത് എയർബിഎൻബിയിൽ ലിസ്റ്റ് ചെയ്തിട്ട് ഗസ്റ്റുകൾക്ക് കൊടുക്കാൻ തുടങ്ങിയത്. അപ്പം നമ്മളാണ് ഇവിടുത്തെ 2ാമത്തെ ഗസ്റ്റ്. അത് ഇവിടുത്തെ ഓണർ പറഞ്ഞാണ്. കോളിൻ ആൻഡ് ജെയിൻ ആണ് ഇതിൻ്റെ ഓണേഴ്സ്. വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഹോസ്റ്റാണ്. ഒരുപാട് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. വളരെ പോസിറ്റീവായിട്ട് വെൽക്കമിങ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ ഇവിടെ വന്നപ്പോൾ തന്നെ നമുക്ക് മനസ്സ് നിറഞ്ഞു. ഒരു അടിപൊളി സെറ്റപ്പ് ആയിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ കണ്ടിട്ട് വരാം. എന്നിട്ട് നമുക്ക് ബാക്കി കഥകളിലേക്ക് പോകാം. Will you stop Airbnb after getting money, or you? I don't think so. Yeah, you continue. Yeah. We have downstairs. We have another separate apartment. Okay. Which we can lock the door. Okay. റീസെൻ്റ് ആയിട്ടുള്ള കുറേ വാർത്തകളിൽ അയർലൻഡിലാണെങ്കിലും UK-യിലാണെങ്കിലും അല്ലെങ്കിൽ ഓൾ ഓവർ യൂറോപ്പിലാണെങ്കിലും ഇന്ത്യക്കാർക്കെതിരെ വല്ലാതെ റേസിസമൊക്കെ വർദ്ധിച്ചു വരുന്ന വാർത്തകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതെല്ലാം സത്യമാണ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമാണ് ഇത്തരം ആളുകളും ഇവിടെ ഉണ്ട് എന്നുള്ളത്. നമ്മൾ ഇത്രയും വെൽക്കമിങ് ആയിട്ട് ഇൻവൈറ്റ് ചെയ്യുകയും അവരുടെ വീട് നമ്മുടെ സ്വന്തം വീട് പോലെ നമുക്ക് ഉപയോഗിക്കാൻ തരികയും അവരുപയോഗിക്കുന്ന സ്പൂൺ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ ചായ കുടിക്കുന്ന മഗ്ഗിൽ തന്നെയാണ് അത് കഴുകിയിട്ടാണ് അവരും ചായ കുടിക്കുന്നത്. അത്രയും ഒരു വ്യത്യാസവും കാണിക്കാത്ത ആളുകളും ഇവിടെ ഉണ്ട് നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റെ ഒരു തീവ്രത മനസ്സിലാവണമെങ്കിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തൊട്ടാൽ അശുദ്ധമാകുമെന്ന് പറഞ്ഞിട്ട് അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന പ്രസാദം എറിഞ്ഞു കൊടുക്കുന്ന സംവിധാനത്തിൽ നിന്ന് വരുന്നവരാണ് നമ്മൾ. അവിടെയാണ് ഇവരിങ്ങനെ പെരുമാറുന്നതോടെ നമ്മൾ മനസ്സിലാക്കണം. We listed some places like there's the Kelpies. Kelpies, yeah. And Carlton Hill. Carlton Hill. Yeah, you can. Good morning. Morning. Busy morning, yeah. We have 2 rooms. Lots of washing. We couldn't turn on the light in the middle of the room. Yeah. No. Oh, yes. I forgot to say because I didn't tell you last night. We suddenly realised because we hadn't been using the room, the light has got a fault. Oh, no worries. Just that. We thought something happened. We changed the bulb and then we put the bulb in another light and it worked. And we thought, the light has got a fault. Okay. So the electrician is booked in for Thursday. I'm just saying. No, Sorry. that's okay. ഇതാണ് ഈ വീട്ടിലെ കിച്ചൺ. അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റ് ഇവിടെ വന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള എല്ലാ ഐറ്റംസും നമ്മൾ കൊടുക്കുന്ന റെൻറ്റിൽ ഇൻക്ലൂഡഡ് ആണ്. ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഫ്രൂട്ട്സ് ആണെങ്കിലും സിറിയൽ ആണെങ്കിലും പോറിജ് ആണെങ്കിലും ഓട്സ് ആണെങ്കിലും എല്ലാ സാധനങ്ങളും ഉണ്ട്. നമുക്ക് കാപ്പിയൊക്കെ ഉണ്ടാക്കി കുടിക്കാം. നമ്മളതെല്ലാം ബ്രേക്ക്ഫാസ്റ്റെല്ലാം ഇവിടെ ഉണ്ടാക്കി കഴിച്ചു. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോൾ തന്നെയാണ് കോളിനും പുള്ളിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ട് പുള്ളിയും അവിടെ നിന്നിട്ട് തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അപ്പോൾ കോളിൻ പറഞ്ഞു ഈ എയർബിഎൻബി ബിസിനസ് എല്ലാം കോളിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാണ്. അതൊരു ഫാം ലാൻഡാന്ന് പറഞ്ഞു. അപ്പോൾ ഫാമിൻ്റെ എല്ലാ പരിപാടി നോക്കുന്നത് പുള്ളിയുടെ വൈഫ് ജെയിൻ ആണെന്ന് പറഞ്ഞത്. അതായത് അവർക്ക് പശുവുണ്ട്, ചെമ്മരിയാടുണ്ട്, പിന്നെ പുല്ല് വളർത്തൽ, ഫ്രൂട്ട്സ്, അങ്ങനെ കുറേ പരിപാടിയുണ്ട്. അതെല്ലാം അവരുടെ ഡിപ്പാർട്ട്മെൻ്റ് ആണെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഒരുപാട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ഇവരോട് സംസാരിക്കുമ്പോൾ വരുന്ന ഒരു കോമഡി എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ഇന്ത്യൻ ആക്സെൻറ്റിൽ സംസാരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ UK-യിലൊരു സ്ഥലം ഇന്ത്യൻ ആക്സെൻറ്റിൽ നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ ഇവർക്ക് ആ സ്ഥലം മനസ്സിലാവില്ല. അപ്പോൾ ചിലപ്പോൾ നമ്മൾ സ്പെല്ലിംഗ് ഒക്കെ പറഞ്ഞു കൊടുക്കേണ്ടി വരും. അതാണ് ഇപ്പോൾ പുള്ളിയോട് നമ്മളൊരു സ്ഥലത്തെക്കുറിച്ച് കാര്യം പറയും. അപ്പോൾ പുള്ളി അതിനെക്കുറിച്ച് മനസ്സിലാവാത്തതുകൊണ്ട് നമ്മളോട് കുറേ നേരം അതിനെക്കുറിച്ച് സംസാരിച്ചായിരുന്നു. But we are used to hiking. We walk 365 steps. You know these Valley steps? There are deep steepings below to the sea. Up north? Yeah. In Scotland? I will spell the WHALO. Ligoe. Valley How do you pronounce that? You will hear it?
Say that again. W-H-A. Ligoes. Valley Booster. I don't know how to No, okay. I don't know yet. No, I think it's a private place or something. No? Okay. Alright. Private estate. I'm ready to come. W-H-O. H-A. W-H-A. Ligoes. L-I-G-O-E-S. Never heard. No? So that's really... I'll have a look. Yeah. ഇതാണ് നമുക്കൊക്കെ യൂസ് ചെയ്യാനുള്ള ലിവിങ് റൂം. ഇവിടുത്തെ വളരെ വിശാലമായിട്ടുള്ള നല്ല കോസിയായും കംഫർട്ടായിട്ടുള്ള സെറ്റ് ചെയ്തിട്ടൊരു അടിപൊളി പ്ലേസാണ് ഈ. അല്ലെങ്കിൽ മൊത്തത്തിൽ വീടിൻ്റെ പ്രത്യേകമായിട്ട് കോളിൻ പറഞ്ഞത് വിൻ്ററിലെ ഡാർക്ക് ഡേയ്സ് പുള്ളിക്ക് ഭയങ്കര ഡിപ്രസിങ് ആണ്. അതുകൊണ്ട് മാക്സിമം ലൈറ്റ് അകത്തോട്ട് വരാൻ വേണ്ടി എല്ലായിടത്തും വലിയ വിൻഡോസും ഒരുപാട് ഗ്ലാസ് ഏരിയാസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും. എപ്പോഴും വളരെ ബ്രൈറ്റ് ആയിരിക്കും എല്ലാ ഏരിയാസും. ഇതാണ് ഇവിടുത്തെ ഫയർ പ്ലേസ്. മറ്റേ തീ കത്തിക്കാൻ വേണ്ടിയുള്ള വിറകൊക്കെ എടുത്ത് വെച്ചിരിക്കുന്ന കൺസ്ട്രക്ഷൻ ഡിസൈൻ ഒക്കെ ഭയങ്കര നൈസാണ്. ബൈ പ്രൊഫഷൻ കോളിൻ ഒരു കൺസ്ട്രക്ഷൻ എഞ്ചിനീയറാണ്. അപ്പോൾ ഇതിൽ ഒരുപാട് ഡിസൈൻസും ഐഡിയാസും ഒക്കെ പുള്ളി ഒരുപാട് കാലത്തെ എക്സ്പീരിയൻസ് നേടിയെടുത്തിട്ട് അങ്ങനെ ഡിസൈൻ ചെയ്താണെന്നാണ് പറഞ്ഞത്. ലിവിങ് റൂമിൽ നിന്ന് പുറത്തേക്കുള്ള വ്യൂ എന്ന് പറയുന്നത് ഭയങ്കര നൈസാണ്. ഇതെല്ലാം അവരുടെ ഏരിയ തന്നെയാണ്. അവിടെ ആട് മേയുന്ന സ്ഥലവും അപ്പുറത്ത് പുല്ല് വെട്ടുന്ന സ്ഥലവും അതെല്ലാം ഇവരുടെ തന്നെയാണ്. എയർബിഎൻബികളിൽ താമസിച്ചിട്ട് ആളുകൾക്ക് അറിയാൻ പറ്റും, പലപ്പോഴും ബാത്റൂമുകൾ എയർബിഎൻബിയിൽ ഭയങ്കര പ്രശ്നമായിരിക്കും. പ്രശ്നം ഇതാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഷവറിൽ വെള്ളം വരുന്നത് ഭയങ്കര പതുക്കെയായിരിക്കും, സ്പീഡേ ഉണ്ടാവില്ല. ചിലപ്പോൾ ഹോട്ട് വാട്ടർ വരാൻ കുറേ സമയമെടുക്കും. ഹോട്ട് വാട്ടർ വന്നാൽ ഭയങ്കര ചൂടായിരിക്കും. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ എല്ലായ്പ്പോഴും ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട് എയർബിഎൻബിസ് ബുക്ക് ചെയ്യുമ്പോൾ. പക്ഷേ ഇവിടുത്തെ ബാത്റൂംസ് ഒരു പെർഫെക്റ്റ് സാധനമാണ്. എല്ലാം പക്കയാണ്. ഭയങ്കര ഫാസ്റ്റായിട്ട് വെള്ളം വരും, കറക്റ്റ് ചൂടിന് വെള്ളം വരും, ഒരുപാട് സ്പേസസ് ഉണ്ട്, ഒരുപാട് ടവൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതൊരു നൈസ് ഓപ്ഷൻ ആയിരുന്നു. അപ്പോൾ ഈ ഒരു എയർബിഎൻബി എന്ന് പറയുന്നത് എഡിൻബറ വിസിറ്റ് ചെയ്യുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ വളരെ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. നിങ്ങൾ എഡിൻബറ വിസിറ്റ് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ ഇതൊന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക്. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, 20 ഏക്കറോളം സ്ഥലത്താണ് ഈ ഫാം ഹൗസ് നിൽക്കുന്നത്. ഇപ്പോൾ ഈ ചുറ്റും കാണുന്ന മുഴുവൻ സ്ഥലങ്ങളും ഇവരുടെയാണ്. ഇവിടെ എവിടെ വേണമെങ്കിലും നമുക്ക് പോകാം, നിങ്ങൾ എവിടെ വേണമെങ്കിലും നടന്നോളൂ. കംപ്ലീറ്റ് സ്വാതന്ത്ര്യം എന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മുറ്റത്ത് തന്നെ നമുക്ക് ജീൻ്റെ ഡിപ്പാർട്ട്മെൻറ്റായ ഫാമിലെ പരിപാടികൾ കാണാൻ പറ്റും. കോളിഫ്ലവറിൻ്റെ ചെടി, ബ്രോക്കോളി, സൺഫ്ലവർ, ആപ്പിൾ തോട്ടം, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ നമ്മളെന്തായാലും ഇവിടെ നിന്ന് എക്സ്പ്ലോർ ചെയ്യാൻ തീരുമാനിക്കണം. ശരിക്കും നമ്മുടെ ഇന്നത്തെ പ്ലാൻ എന്ന് പറയുന്നത് എഡിൻബറ സിറ്റി സെൻറ്ററിൽ പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ മൊത്തം കാണുക. കൂടാതെ എഡിൻബറയിൽ നമുക്കൊരു ഫ്രണ്ട് ഉണ്ട്, നീതു ആൻഡ് ഷെജിൻ, അവരെ മീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് രാവിലെ നല്ല ലൈറ്റ് ആയതുകൊണ്ട് നമുക്ക് ഇവിടെ ഒന്ന് കറങ്ങിയ ശേഷം പതുക്കെ എഡിൻബറയ്ക്ക് പോകുന്ന പ്ലാനിൽ നമ്മൾ ഈ ഫാം ഹൗസ് ഒന്ന് കാണുകയാണ്. ഇതല്ലേ ഇവർ പറഞ്ഞ പോട്, ഇവരുടെ ഓൾഡ് ഹൗസ് എന്ന് പറഞ്ഞു. അതെ അങ്ങനത്തെ ചെമ്മരിയാടിൽ നിന്ന് മുറിച്ചെടുത്ത രോമമാണ് ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്നത്. നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ കോളിൻ പറഞ്ഞിരുന്നു മറ്റേ സിന്തറ്റിക് ക്ലോത്ത്സും ചൈനീസ് ക്ലോത്ത്സൊക്കെ വന്നതുകൊണ്ട് ഇതിനൊന്നും പഴയ പോലെ വിലയില്ല എന്നൊക്കെ. ഇങ്ങനെ പുല്ല് കെട്ടിവെച്ച ഫീൽഡിൻ്റെ ഒരു വീഡിയോ എടുക്കണം എന്നുള്ളത് കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു. അത് ഇന്നലെയാണ് നമുക്ക് ചെയ്യാൻ പറ്റിയത്. അത് കഴിഞ്ഞ് വന്നപ്പോൾ ഇന്ന് നമുക്ക് അതിലൂടെ നടക്കാനുള്ള സാഹചര്യം കൂടെ കിട്ടി. അപ്പോൾ നമ്മൾ വിചാരിച്ചു അവിടെ പോയിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാം. അപ്പോൾ നമ്മൾ അങ്ങോട്ട് നടക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ നമ്മുടെ ഇന്നത്തെ പ്രധാന പരിപാടി തുടങ്ങുകയാണ്. നമ്മൾ എഡിൻബറ സിറ്റി സെൻറ്ററിലേക്ക് പോവുകയാണ് സിറ്റി കറങ്ങാൻ വേണ്ടിയിട്ട്. ആ വഴി തന്നെയാണ് നമ്മൾ നമ്മുടെ ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ ഷെജിൻ്റെ വീടെത്തി. അവൻ നമുക്ക് അടിപൊളിയായിട്ട് നൈസ് ദോശയും സാമ്പാറും തേങ്ങാച്ചെണ്ണ ഉണ്ടാക്കി തന്നു. നമ്മളതൊക്കെ കഴിച്ചിട്ട് ഇനി സിറ്റി സെൻറ്റർ കാണാൻ പോകണം. അപ്പോൾ ഷെജിൻ പറഞ്ഞു നമ്മൾ സിറ്റി സെൻറ്ററിലേക്ക് കാർ കൊണ്ട് പോകുകയാണെങ്കിൽ നമുക്കവിടെ പാർക്കിംഗ് സ്പേസ് കിട്ടില്ല. അപ്പോൾ കാറ് അവൻ്റെ വീട്ടിൽ പാർക്ക് ചെയ്തിട്ട് ബസ്സിൽ പോകുന്നതാണ് ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറഞ്ഞു.
അങ്ങനെ നമ്മൾ ബസ് കയറി എഡിൻബ്ര സിറ്റി സെൻറ്ററിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ താമസിക്കുന്ന ബെൽഫാസ്റ്റ് സിറ്റിയിൽ ട്രാം ഇല്ല, പക്ഷേ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നമുക്ക് ഫസ്റ്റ് ട്രാം കാണാം. നമ്മൾ ലൈഫിൽ ആദ്യമായിട്ടാണ് ട്രാം കാണുന്നത്. നമ്മൾ ബസ് ഇറങ്ങിയിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കയ്യിൽ കുറേ പ്ലേസസിൻ്റെ ലിസ്റ്റ് ഉണ്ട്, അങ്ങോട്ടെല്ലാം നടന്നു പോകുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. എഡിൻബ്ര സിറ്റി എന്ന് പറയുന്നത് ഭയങ്കര നൈസാണ്. വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നമുക്ക് നല്ല പോസിറ്റീവ് വൈബാണ്. വളരെ ബിഗ് സിറ്റിയാണ്. നമ്മൾ നാട്ടിൽ നിന്ന് ആദ്യമായിട്ട് വന്നിറങ്ങുന്ന ഒരു യൂറോപ്യൻ സിറ്റി എന്ന് പറയുന്നത് ബെൽഫാസ്റ്റാണ്, നമ്മൾ താമസിക്കുന്ന സ്ഥലം. അന്ന് എൻ്റെ അമ്മ അടിപൊളി സിറ്റിയാണല്ലോ, ഭയങ്കര ക്ലീൻ ആണല്ലോ, ബ്യൂട്ടിഫുൾ ആണല്ലോ നമ്മൾ വിചാരിച്ചിരുന്നു ബെൽഫാസ്റ്റിനെ കുറിച്ച് നാടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷേ എഡിൻബ്ര വന്നു കഴിഞ്ഞപ്പോൾ ബെൽഫാസ്റ്റ് ഒന്നുമല്ല എന്ന് നമുക്ക് തോന്നും. അത്രയ്ക്ക് ബിഗ് സിറ്റിയാണ്, ക്ലീനാണ്, ബ്യൂട്ടിഫുള്ളാണ്, നല്ല തിരക്കുമാണ്. ബെൽഫാസ്റ്റ് ഇത്ര തിരക്കുണ്ടാവില്ല, ഇത് നല്ല തിരക്കുള്ള ഒരു അടിപൊളി സിറ്റിയാണ്. അപ്പോൾ നമ്മൾ മറ്റ് കാഴ്ചകളിലേക്ക് പോവാണ്. മറ്റുള്ള സിറ്റികളിൽ നിന്ന് എഡിൻബ്രയെ വ്യത്യസ്തമാക്കുന്നത് ഇവിടുത്തെ ബിൽഡിങ്സാണ്. അതിൻ്റെ പഴക്കം, അതിൻ്റെ കളറ്, അതിൻ്റെ ഡിസൈൻ, അങ്ങനെയെല്ലാം. ഇവിടെ മോഡേൺ ബിൽഡിങ്സ് ഉണ്ടാകുന്നുണ്ട്, പ്രത്യേകം ഗ്ലാസ് ഒക്കെ ഇട്ട ബിൽഡിങ്സ് സ്റ്റിൽ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ പലപ്പോഴും പഴയ ആർക്കിടെക്ചറും ഇതേ ലൈം സ്റ്റോണും ഈ കളർ തീമൊക്കെ യൂസ് ചെയ്യാൻ അവർ ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഭയങ്കര നൈസാണ്. ഒരു പുരാതനമായ സിറ്റിയിൽ വന്ന ഫീലാണ് നമുക്ക് ഇവിടെ നടക്കുമ്പോൾ കിട്ടുക. ഇറ്റലിയുടെ ക്യാപിറ്റൽ സിറ്റിയായ റോം 7 മലകൾക്ക് മുകളിലാണ് ബിൽഡ് ചെയ്തതെന്ന് പറയാറുണ്ട്. അതുമായി ബന്ധപ്പെടുത്തിയിട്ട് എഡിൻബ്ര ഈസ് ആൾസോ സെഡ് ടു ബി ബിൽറ്റ് ഓൺ 7 ഹിൽസ് എന്ന് പറയാറുണ്ട്. എക്സാക്ട്ലി 7 മലകളല്ലെങ്കിലും കുറേ കയറ്റിറക്കങ്ങളും കുന്നിൻ്റെ മുകളിൽ കൂടെ വ്യാപിച്ച് കിടക്കുന്നതാണ് എഡിൻബ്ര സിറ്റി. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെയധികം സ്റ്റെപ്സുകൾ കയറുകയും ഇറങ്ങുകയും ചെയ്താലാണ് ടോട്ടൽ സിറ്റി നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ പോകുമ്പോൾ അതിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്സാണ് വാരിസ്റ്റൻസ് ക്ലോസ് എന്ന് പറയുന്ന ഈ സ്റ്റെപ്പ്. വളരെ വലിയൊരു സ്റ്റെപ്പാണ്. ഇത് കയറി നമുക്ക് മുകളിൽ പോയി കഴിയുമ്പോൾ സിറ്റിയുടെ വേറൊരു ടോട്ടൽ വ്യൂ കാണാൻ പറ്റും. അതുപോലെ ഫേമസ് ആയ മറ്റൊരു സ്റ്റെപ്പാണ് ഇത്. 19ാം നൂറ്റാണ്ടിൽ ഇവിടെ ഒരു ന്യൂസ് പേപ്പർ ഓഫീസും അത് പ്രിൻറ്റ് ചെയ്യുന്ന പ്രസ്സും ഉണ്ടായിരുന്നു. അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി ബിൽഡ് ചെയ്ത ഈ സ്റ്റെപ്സ് അറിയപ്പെടുന്നത് ന്യൂസ് സ്റ്റെപ്സ് എന്നാണ്. അപ്പോൾ ഇതിൽ ഷോ ഓഫ് കാണിച്ചിട്ട് ഞാനിടയ്ക്ക് ഒന്ന് വീഴാൻ പോവുകയും ചെയ്തു. അങ്ങനെ നടന്ന് നമ്മൾ സ്കോട്ട് മോണ്യുമെൻറ്റിന് മുൻപിലെത്തിയിട്ടുണ്ട്. 18ാം നൂറ്റാണ്ടിൽ ഇവിടെ ജീവിച്ചിരുന്ന വളരെ ഫേമസ് ആയിട്ടൊരു എഴുത്തുകാരനായ വാൾട്ടർ സ്കോട്ടിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട മോണ്യുമെൻ്റാണിത്. ഇതിൻ്റെ പുറകിലുള്ള വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയ ഹിസ്റ്റോറിയൻ ഫാക്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ 1830കളിൽ ഈ വാൾട്ടർ സ്കോട്ട് മരിച്ചപ്പോൾ പുള്ളിയുടെ ഓർമ്മയ്ക്ക് വേണ്ടി മോണ്യുമെൻ്റ് നിർമ്മിക്കാൻ വേണ്ടി അതിൻ്റെ ഡിസൈൻ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി ഒരു കോമ്പറ്റീഷൻ നടത്തി. അപ്പോൾ ഇപ്പോൾ നിലവിൽ കാണുന്ന ഈ സ്കോട്ട്മെൻ്റ് ഡിസൈൻ സബ്മിറ്റ് ചെയ്ത ആൾ ജോൺ സ്റ്റീൽ എന്ന് പറഞ്ഞ ആളാണ്. അപ്പോൾ ആ കാലത്ത് ആ ഡിസൈൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ പുള്ളിക്കൊരു റെപ്യൂട്ടേഷനോ അല്ലെങ്കിൽ ഒരു ആർക്കിടെക്ചർ ക്വാളിഫിക്കേഷനോ ഇല്ലാത്തത് കൊണ്ട് എൻ്റെ ഡിസൈൻ എന്തായാലും ഫെയിലാവും, ചുമ്മാ എന്നാലും സബ്മിറ്റ് ചെയ്തേക്കാം എന്ന് പേടിച്ച് സബ്മിറ്റ് ചെയ്ത ഡിസൈനാണ് പിന്നീട് കോമ്പറ്റീഷൻ വിൻ ചെയ്തിട്ട് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മോണ്യുമെൻറ്റ് ബിൽഡ് ചെയ്യാൻ കാരണമായത്. അപ്പോൾ പുള്ളി പേടിച്ചിട്ട് സബ്മിറ്റ് ചെയ്ത ഈ ഡിസൈൻ തന്നെ ഇത്രയും ബ്യൂട്ടിഫുൾ ആണെങ്കിൽ ബാക്കിയുള്ള ആളുകളുടെ ഡിസൈൻ എന്തായിരിക്കുന്നതാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. അപ്പോൾ ഈ മോണ്യുമെൻറ്റിന് നടുവിൽ വാൾട്ടർ സ്കോട്ടിൻ്റെ ഒരു സ്റ്റാച്യു ഉണ്ട്. നമ്മൾ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റെപ്സ് കയറിയിട്ട് ഈ മോണ്യുമെൻറ്റ് ഏറ്റവും മുകളിൽ വരെ പോകാൻ പറ്റും. പക്ഷേ നമുക്ക് സമയത്തിന് നമ്മളത് ചെയ്തില്ല. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു കൺസ്ട്രക്ഷനാണ്. കാഴ്ചകളൊക്കെ കണ്ട് നടന്ന് നമ്മൾ വേറൊരു സ്റ്റെയർ കേസിൻ്റെ അടുത്തെത്തിയപ്പോൾ അവിടെയുള്ള കാഴ്ച ഇതാണ്. കമിതാക്കൾ അവരുടെ പ്രണയം എന്നത്തേക്ക് നിലനിൽക്കാൻ വേണ്ടി മറ്റേ ലോക്ക് ഇങ്ങനെ പൂട്ടിയിട്ടിട്ട് പോയിരിക്കുന്ന ഒരു സ്റ്റെയർ കേസ്, നിറയെ ലോക്ക് ഉണ്ടായിരുന്നു. ആ സ്റ്റെപ്പ് കയറി മുകളിലെത്തിയപ്പോൾ നമ്മൾ ശരിക്കും ഞെട്ടിപ്പോയത്. ജനസമുദ്രം എന്നൊക്കെ പറഞ്ഞാൽ അത്രയും ആളുകളുള്ള വലിയൊരു സ്ട്രീറ്റിലേക്കാണ് നമ്മൾ എത്തിയത്. ഭയങ്കര ബഹളവും ഒരു അടിപൊളി എൻവയോൺമെൻ്റ് ആയിരുന്നു അവിടെ. നേരത്തെ കണ്ട സ്കോട്ട് മോണ്യുമെൻ്റ് പോലെ വളരെ ഫേമസ് ആയിട്ടുള്ള മറ്റൊരു ബിൽഡിങ്ങാണ് എഡിൻബ്രയിലെ ഈ ബിൽഡിങ്. ഇതിൻ്റെ പേര് സെയിൻറ്റ് ഗൈൽസ് കത്തീഡ്രൽ എന്നാണ്. 1100കളിൽ ബിൽഡ് ചെയ്തിട്ട് 900ഓളം വർഷം വിശ്വാസികൾ പ്രാർത്ഥനയൊക്കെ നടത്തിയ ഒരു പള്ളിയാണിത്. അതും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടൊരു കൺസ്ട്രക്ഷനാണ്. ആ കത്തീഡ്രലും കഴിഞ്ഞ് അങ്ങനെ നടക്കുമ്പോഴാണ് നമ്മൾ ഈ പ്രതിമ കണ്ടത്. അപ്പോൾ ഞാൻ സാലിയോട് പറയുകയും ചെയ്തു, ഇത് മേരിക്യൂരിയുടെ പ്രതിമയാണല്ലോ, കയ്യിൽ ബീക്കറൊക്കെ ഉണ്ടല്ലോ എന്ന്. അങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങൾ നടന്നുപോയി. അപ്പോൾ പുറകിൽ വന്ന അഞ്ജും അരുണും അപ്പോഴാണ് പറഞ്ഞത് ഒന്നുകൂടെ സൂക്ഷിച്ച് നോക്കാൻ. അങ്ങനെ നോക്കിയപ്പോഴാണ് മനസ്സിലായത് അതൊരു ഒറിജിനൽ സ്ത്രീ ആയിരുന്നു.
ഭയങ്കര അടിപൊളി സംഭവമായിരുന്നു, ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. അവരുടെ മൂവ്മെൻറ്റൊക്കെ ഭയങ്കര രസമാണ്. മറ്റിങ്ങനെ ഒരു സഡൻ മൂവ്മെൻ്റ് ഇല്ല. ആരെങ്കിലും പൈസ ഇട്ട് കഴിഞ്ഞാൽ അവരൊരു മൂവ്മെൻ്റ് എടുത്തിട്ട് അതേ പൊസിഷനിൽ അടുത്ത ആൾ പൈസ ഇടുന്നവർ അങ്ങനെ തന്നെ സ്റ്റാച്ചു ആയിട്ട് നിൽക്കും. അടിപൊളി സെറ്റപ്പാണ്. നമ്മൾ കുറേ നേരം അവിടെ നിന്ന് അവരെ തന്നെ നോക്കി നിന്നു, ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. നമ്മൾ നേരത്തെ കണ്ട സ്റ്റാച്ചു ആയിട്ട് നിന്ന സ്ത്രീയെ ഇപ്പോൾ ഈ ട്രഡീഷണൽ ഇൻസ്ട്രുമെൻ്റ് വായിച്ച് നിൽക്കുന്ന ഈ ആളുകൾ, ഇവരെല്ലാം ഇത് ചെയ്യുന്നത് അവർക്ക് പൈസ കിട്ടാൻ വേണ്ടിയാണ്, ജീവിക്കാൻ വേണ്ടിയാണ്. പക്ഷേ നമ്മളെപ്പോലെ ടൂറിസ്റ്റുകളായിട്ട് വരുന്ന ആളുകൾക്ക് ഇവർ തരുന്ന ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു പോസിറ്റിവിറ്റി എന്ന് പറയുന്നത് ഭയങ്കര ഡിഫറെൻ്റാണ്. അതായത് ഇപ്പോൾ ഈ ഒരു സ്ട്രീറ്റിൽ ഇത്രയും ആളുകളും വാഹനങ്ങളും ഷോപ്പുകളും മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആംബിയൻസ് അല്ല ഇവരുടെ ഒരു പ്രത്യേക വേഷധാരണവും ആ മ്യൂസിക്കും ആ സാധനങ്ങളെല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ നമുക്കൊരു ആംബിയൻസ് അത് ഭയങ്കര നൈസാണ് എന്നുള്ളത് എനിക്ക് വ്യക്തിപരമായിട്ട് പലപ്പോഴും അങ്ങനെ തോന്നിയിട്ടുണ്ട്. എഡിൻബറ സിറ്റി സെൻറ്ററിലെ മറ്റൊരു ഐക്കോണിക് സ്ട്രക്ചറാണ് ഈ കാണുന്ന 12 ബൂത്ത് സെയിൻറ്റ് ജോൺസ് ചർച്ച്. ഇതും 1800കളിൽ ബിൽഡ് ചെയ്ത സ്ട്രക്ചറാണ്. ആ കാലത്ത് ഇത് ചർച്ച് ആയിരുന്നുവെങ്കിലും ഇപ്പോൾ ഇത് എഡിൻബറ ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലിൻ്റെ ഓഫീസ് സ്പേസ്, ടിക്കറ്റ് സെൻറ്റർ, ഇൻഫർമേഷൻ സെൻറ്റർ, പെർഫോമൻസ് വെന്യൂ അങ്ങനെയൊക്കെ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. എഡിൻബറ സിറ്റിയിൽ നടക്കുന്ന പല ഫെസ്റ്റിവൽസും ഇപ്പോൾ ഇവിടെയാണ് നടക്കുന്നത്. നമ്മൾ പോയപ്പോഴും റോയൽ മിലിറ്ററി ടാറ്റൂവിൻ്റെ ഫെസ്റ്റിവൽ ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു. ഇതും ഒരു അടിപൊളി കൺസ്ട്രക്ഷൻ ഉള്ള ഒരു ബിൽഡിംഗാണ്. എവിടെ തിരിഞ്ഞ് നോക്കിയാലും കുറേ ഏൻഷ്യൻ ബിൽഡിങ്സും ബ്യൂട്ടിഫുള്ളായ ഫ്രെയിംസും കാണാൻ ഒരുപാട് കാഴ്ചകളൊക്കെ ആയിട്ട് എത്ര ദിവസം നമ്മൾ എക്സ്പ്ലോർ ചെയ്താലും തീരാത്ത അതുപോലെയാണ് എഡിൻബറ കിടക്കുന്നത്. പക്ഷേ നമുക്ക് പറ്റിയൊരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സ്കോട്ട്ലൻഡ് യാത്രയിൽ നമ്മൾ എഡിൻബറ സിറ്റിക്ക് വേണ്ടി മാറ്റി വെച്ചത് വെറും ഒരു ദിവസമാണ്. അതുകൊണ്ട് ഒന്നും ആവില്ലെന്ന് ഇവിടെ വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. അതുകൊണ്ട് ഇനി വേറൊരു വെക്കേഷൻ കിട്ടുമ്പോൾ തീർച്ചയായിട്ടും എഡിൻബറയ്ക്ക് വേണ്ടി മാത്രം ഇങ്ങോട്ട് വരണം എന്നൊരു തീരുമാനത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമ്മൾ നടന്ന് ക്ഷീണിച്ചതുകൊണ്ട് കുറച്ച് ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ വീണ്ടും നടക്കുകയാണ്. അങ്ങനെ നടന്നിട്ടാണ് നമ്മളിപ്പോൾ ഈ വിക്ടോറിയ സ്ട്രീറ്റിൽ എത്തിയിട്ടുണ്ട്. ഇത് ഒരു ബ്യൂട്ടിഫുൾ സ്ട്രീറ്റാണ്. താഴെ ഇങ്ങനെ കല്ലൊക്കെ വിരിച്ച് നടപ്പാതകളുള്ള നിറയെ പൂച്ചെടികളൊക്കെ ഒലഞ്ഞു നിൽക്കുന്ന ഒരു വേറെ ലെവൽ സ്ഥലമായിരുന്നു വിക്ടോറിയ സ്ട്രീറ്റ്. ഹാരി പോട്ടർ ബുക്കും അതിൻ്റെ സിനിമയും വളരെ പോപ്പുലർ ആയതുകൊണ്ടും അതിൻ്റെ എഴുത്തുകാരി ജെ.കെ. റൗളിംഗ് സ്കോട്ട്ലൻഡുകാരി ആയതുകൊണ്ടും ഇവിടെ ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ് ഹാരി പോട്ടറിൻ്റെ കാര്യങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് സുവനീർ ഷോപ്പുകൾ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ചുമ്മാ ഒരു ഷോപ്പിനകത്ത് കയറി കടങ്ങി അവിടെ മൊത്തം അതുമായിട്ട് ബന്ധപ്പെട്ട സുവനീറുകളാണ്. ഇതൊക്കെ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വളരെ നല്ല ഒരു ഷോപ്പായിരിക്കും അത്. കൂടാതെ ഹാരി പോട്ടറിൽ ഷൂട്ട് ചെയ്തിരിക്കുന്ന യഥാർത്ഥ ട്രെയിൻ കാണാൻ നമ്മൾ 2 ദിവസം മുമ്പ് പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തുണ്ടെങ്കിൽ പോയി കാണാം. ഹാരി പോട്ടർ ഷോപ്പിൽ നിന്ന് ഇറങ്ങി നമ്മൾ വീണ്ടും മുന്നോട്ട് നടക്കുമ്പോഴാണ് ഈ സ്ട്രീറ്റ് പെർഫോമറെ കണ്ടത്. ഫുൾ ത്രോട്ടിലാണ്. മിസ്റ്റർ പോഞ്ഞിക്കരയെ പോലെ ആയുധമൊക്കെ വെച്ചുള്ള കളികളാണ്. കുട്ടികളൊക്കെ വളരെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ കുറേ നേരം പുള്ളിയുടെ പെർഫോമൻസ് കണ്ടു നിന്നു. You can tell how comfortable a juggler is on one of these by how naturally they can look around and interact with them. In the house, you got it. In the house, where are you going? What's happening? Right, I'll make it easy. Hold on. Here we go, perfect. Right, I'll make it easy. Hold on. If you've just arrived, I'm being bullied by a child. Oh, yeah, really tug it. That's good. Grab the arm like you're arrested. Perfect. Wait, kid. Wait, kid. Can you put the hat on my head? The hat. Oh, yeah, I'll come to you. Hold on. ഏകദേശം ഉച്ചയ്ക്കൊരു 1 മണിയോട് കൂടിയാണ് നമ്മൾ സിറ്റി സെൻറ്ററിൽ വന്ന് ഇറങ്ങിയത്. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ 4 മണിക്കൂറായിട്ട് നമ്മൾ നടക്കുകയും കാഴ്ച കാണുമായിരുന്നു. ടോട്ടലി ടയേർഡാണ്. ഫുള്ളി ടയേർഡ് ആയതുകൊണ്ട് നമ്മളിനി തിരിച്ച് പോകാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ നമ്മൾ തിരിച്ച് ബസ് കയറി ഷെജിൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ വന്നു. എന്നിട്ട് കാറെടുത്ത് നമ്മൾ നമ്മുടെ ഫാം ഹൗസിലേക്ക് പോവുകയാണ്. അപ്പോൾ ഫാം ഹൗസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഷെജിനും നീതുവിനും അത് കാണാൻ താല്പര്യം. അപ്പോൾ അവർ നമ്മളുടെ കൂടെ വന്നു. അങ്ങനെ നമ്മൾ തിരിച്ച് ഫാം ഹൗസിലെത്തിയിട്ട് അവിടെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തു. നമ്മൾ തിരിച്ചെത്തുമ്പോഴേക്കും
അപ്പോഴേക്കും സൺസെറ്റ് ആയിട്ടുണ്ടായിരുന്നു, വൈകുന്നേരമായി. അപ്പോൾ സമ്മർ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ചൂടുണ്ട്. ഇപ്പോൾ നമുക്ക് നാട്ടിലൊരു വെതർ പോലെ ഇവിടെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ പുൽമൈതാനത്തോടെയൊക്കെ കുറേ നേരം സംസാരിച്ച് നടന്നു, കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. നല്ല വൈബായിരുന്നു. നാട്ടിൽ നമ്മൾ കൊയ്ത് കഴിഞ്ഞ പാടത്തൊക്കെ നടക്കുന്ന അതേ ഒരു വൈബായിരുന്നു. ടോട്ടലി വെൽ സ്പെൻഡ് ഡേ എന്ന് വേണമെങ്കിൽ പറയാം. ഷെജിൻ നാട്ടിലൊരു കർഷകനായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആംബിയൻസ് അവന് വല്ലാതെ ഇഷ്ടപ്പെട്ടു എന്നാണ് എനിക്ക് തോന്നിയത്. അവൻ പശുവിൻ്റെ അടുത്ത് പോയിട്ട് കുറേ സമയം അതിൻ്റെ അടുത്ത് സ്പെൻഡ് ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു. ഇതിനുശേഷം നമ്മൾ തിരിച്ച് വീട്ടിൽ പോയിട്ട് കോളിനോടൊക്കെ സംസാരിച്ച് അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്ത് എൻജോയ് ചെയ്തിരിക്കുമ്പോഴാണ് ഷെജിൻ പറഞ്ഞത്, ഇന്നലെ നമ്മൾ സ്കോട്ടിഷ് ഹൈലാൻഡിൽ നിന്ന് എഡിൻബറയിലേക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ കണ്ട വലിയ ബ്രിഡ്ജ് ഉണ്ടല്ലോ, ആ ബ്രിഡ്ജ് രാത്രി കാണാൻ നല്ല രസമായിരിക്കും, അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് പോയി. അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു അടിപൊളി സ്ഥലം, മറ്റേ കടലിനരികിൽ ഒരു പ്രൊമനേഡ് പോലെ ബിൽഡ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് നമുക്ക് ആ ബ്രിഡ്ജ് കാണാൻ പറ്റും. അവിടെ 3-4 ബ്രിഡ്ജ് ഒരേ സമയം കാണാൻ പറ്റും. ഒരു റെയിൽവേ ബ്രിഡ്ജുണ്ട്, വേറെ ട്രാഫിക് നടക്കുന്ന മറ്റേ ബ്രിഡ്ജുണ്ട്. അപ്പോൾ ഈ റെയിൽവേ ബ്രിഡ്ജ് കണ്ടപ്പോൾ എനിക്കതൊരു ഡൈനോസർ പോലെയാണ് തോന്നിയത്. ഇതെൻ്റെ ബോഡി, അതിൻ്റെ അപ്പുറത്ത് എൻ്റെ തല, ആ സമയത്ത് ട്രെയിനൊക്കെ അതിലൂടെ പാസ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. മൊത്തത്തിൽ നല്ല വൈബ് പ്ലേസ് ആയിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വളരെ നല്ല സ്പെൻഡ് ചെയ്ത ഈ ദിവസം നമ്മളൊന്ന് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ നമ്മുടെ സ്കോട്ട്ലൻഡ് യാത്രയുടെ ഫൈനൽ ഡേ ആണ്. അപ്പോൾ നാളത്തെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.